കാനഡയിലെ ഒണ്ടാരിയോയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ആയ ടോബർമറിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ലോങ് വീക്കെൻഡിന് ടോബർമറി വിസിറ്റ് ചെയ്യാൻ പോയൊരു വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ആദ്യം പോയത് ഗ്ലാസ് ബോട്ടം ബോട്ട് ടൂറിനാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടൈം അനുസരിച്ച് നമുക്ക് ഈ ബോട്ട് ടൂർ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ചെന്ന് നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ തന്നെ ഷട്ടിൽ സർവീസ് നമ്മൾ ഈ ബോട്ട് ടൂറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മളെ കൊണ്ടാക്കും. അതിനുശേഷം നമ്മൾ നടന്ന് ബോട്ടിലോട്ട് എല്ലാവരും കയറി. അവിടെ കയറി എല്ലാവരും ഒന്ന് ഇരുന്ന് സെറ്റായതിനു ശേഷം അവർ ബോട്ട് ആദ്യം അവിടെ തന്നെ ഒന്ന് റൗണ്ട് അടിക്കും. അപ്പം നമുക്ക് ഷിപ്പ്രക്ക് കാണാനായിട്ട് കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിനടിയിൽ താന്നു പോയ ഷിപ്പിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അവർ നമുക്ക് സേഫ്റ്റി ജാക്കറ്റ് എങ്ങനെ, പിന്നെ ഇവാക്യുവേഷൻ പ്ലാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെ പതിയെ ബോട്ട് മൂവ് ആയി തുടങ്ങി. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വേവ്സ് വരാൻ തുടങ്ങി. പിന്നെ ബോട്ട് പൊങ്ങാനും താഴാനും തുടങ്ങി. അങ്ങനെ വെള്ളം അകത്തോട്ട് അടിച്ചു കയറിയപ്പം അവർ വന്ന് ഗ്ലാസസ് വിൻഡോ എല്ലാം ക്ലോസ് ചെയ്ത്. ഈ ഷിപ്പിലാണെങ്കിൽ നമുക്ക് പുറത്ത് വന്ന് നിന്ന് വ്യൂ ആസ്വദിക്കാനുള്ളൊരു സ്പേസും എല്ലാം ഉണ്ട്. നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ട് ട്രിപ്പാണ്. ഞങ്ങളന്ന് ബുക്ക് ചെയ്തത് ബ്രൂസ് ആങ്കർ ക്രൂസസിലാണ് ഈ ട്രിപ്പ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് $70 ആയിരുന്നു. മൊത്തം ഒരു 2 മണിക്കൂറുണ്ട് ഈ ബോട്ട് ട്രിപ്പ്. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ലൈറ്റ് ഹൗസ് ആണ്. ഈ ലൈറ്റ് ഹൗസിൽ നമുക്ക് ട്രെയിൽസ് വഴി നടന്നിറങ്ങി ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോസ് എടുക്കാനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലവർ പോട്ട് ഐലൻഡ് കാണാം. ഇതാണ് ഫ്ലവർ പോട്ട് ഐലൻഡ്. അവിടുത്തെ ഒരു ഫേമസ് റോക്ക് ഫോർമേഷനാണ് ഈ ഫ്ലവർ പോട്ട് ഐലൻഡ്. മുമ്പ് നമ്മൾ ലൈറ്റ് ഹൗസ് പറഞ്ഞ പോലെ ഈ ഫ്ലവർ പോട്ട് ഐലൻഡിൽ നമുക്ക് നടന്ന് ട്രെയിൽസ് വഴി പോയി അതിൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണാം. പല പല ഐലൻഡ്സുകൾ, അതിനെപ്പറ്റി എല്ലാവരും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുപോലെ വേറെ ക്രൂയിസസ്, ബോട്ടുകൾ, അങ്ങനെ പല കാഴ്ചകളും കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ കുറേ നേരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ബോട്ട് ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ അവർ നമ്മളെ കൊണ്ടാക്കും. അവിടുന്ന് നമുക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട്. അവർ നമ്മളെ പാർക്ക് ചെയ്തെടുത്ത് ആ ഷട്ടിൽ സർവീസ് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ടോബർമറിയിലെ ഡൗൺ ടൗണിലേക്ക് പോയി. അവിടെ നമുക്ക് ഒത്തിരി ഷോപ്പുകൾ കാണാം. ബുക്ക് സ്റ്റോറ്, ഐസ്ക്രീം സ്റ്റോറ്, പിന്നെ റോക്ക് ജ്വല്ലറീസിൻ്റെ സ്റ്റോറ്, മോണിമെൻറ്റ്സ്. ഞങ്ങൾ എല്ലാ കടകളിലും കയറി ഐസ്ക്രീമും ട്രൈ ചെയ്ത് കുറച്ച് മോണിമെൻറ്റ്സും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഡൗൺ ടൗണിൽ കൂടെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ട് ടോബർമറി ഡൗൺ ടൗണിലെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആയ ടോബർമറി ബ്രൂയിങ് കമ്പനി ആൻഡ് ഗ്രില്ലിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞുള്ള ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗ്രോട്ടോയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 2 hours ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പതുക്കെ ഞങ്ങൾ യാത്ര തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. ഈ ഗ്രോട്ടോയിൽ പോകാനായിട്ട് പാർക്കിംഗ് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരിക്കണം. അന്നൊരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ട്രെയിൽസ് നടന്ന് ചെന്ന് കഴിയുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. നല്ല ടർക്കോയിസ് ബ്ലൂ കളർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണത്. ക്യാമ്പിംഗ് ഫെസിലിറ്റിയൊക്കെ ഗ്രോട്ടോയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനടുത്തായിട്ട് സ്വിമ്മിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു ബീച്ചാണ് ഡങ്സ് ബേ ബീച്ച്. ഇവിടുത്തെ പോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ടർക്കോയിസ് വാട്ടറാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വിമ്മിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഈ ഡങ്സ് ബേ ബീച്ച്. ടോബർമറിയിൽ തിരിച്ച് ടൊറന്റോയിലേക്ക് ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ.